റെഡിയായോ? ആ റെഡിയായി. ഓക്കെ. ഈ സമയത്ത് തന്നെ ആളുകൾ വിളിക്കുക. ക്ലാസ് തുടങ്ങാൻ കാത്തിരിക്കുക വിളിക്കാൻ. ഡു നോട്ട് ഡിസ്റ്റർബ് ആക്കിയേക്കണം. ഞാൻ ആക്കി. എന്തിനും കോള് വന്നു. അതെങ്ങനെ? അതല്ല വിഷയം, ഇപ്പൊ സക്കാത്ത വിഷയം. ഓക്കെ. ഇപ്പോ സക്കാത്ത് നിർബന്ധമാക്കുന്ന വസ്തുക്കൾ ഏതെല്ലാം സമ്പത്തിലാണ് നമ്മൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കുന്നത്? വെള്ളി, പൊന്ന്, പൊന്ന് മീൻസ് സ്വർണം, അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട്, 3 കാര്യങ്ങളായി അല്ലെ. പിന്നെ റിയാല്, ഡോളർ മുതലായവ എന്നത് വേറെ വേറെ എണ്ണേണ്ട ആവശ്യമില്ല. അവയുടെ സ്ഥാനത്ത് നിൽക്കുന്ന നോട്ട് എന്ന് പറഞ്ഞതിൽ ഇതെല്ലാം പെട്ട്. പിന്നെ ധാന്യങ്ങളിൽ എന്തെല്ലാം? സാധാരണ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ധാന്യങ്ങൾ, ഗോതമ്പ്, നെല്ല് പോലെയുള്ളത്. പിന്നെ നെല്ല്, അരി വേറെ വേറെ എണ്ണേണ്ട ആവശ്യമില്ല, ഒന്നര എണ്ണിയാൽ മതി. പിന്നെ പഴങ്ങളിൽ കാരക്ക, മുന്തിരി എന്നിവയില്. മൃഗങ്ങളിൽ ആട്, മാട്, ഒട്ടകം എന്നിവയില്. ഇപ്പം തന്നെ എത്രയായി? 9 ഐറ്റംസ് ആയി. പിന്നെ കച്ചവട ചരക്കുകളിലും ഇങ്ങനെ ടോട്ടൽ 10 തരം മാലിൽ, സമ്പത്തിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കുന്നത് പറയുന്നുണ്ട്. കച്ചവടം ചെയ്യുന്നത് എന്ത് വസ്തുവാണ് കച്ചവടം ചെയ്യുന്നതെങ്കിലും അതിൽ നമ്മൾ പറഞ്ഞ സ്വർണത്തിന്റെ കണക്ക് പ്രകാരം അല്ലെങ്കിൽ വെള്ളിയുടെ കണക്ക് പ്രകാരമുള്ള മൂല്യം നോക്കിയിട്ട് അതിന്റെ 2.5% സക്കാത്ത് കൊടുക്കണം. അത് പറയും ഇൻഷാ അല്ലാഹ്. ഇനി സ്വർണം മുതലാണ് നമ്മൾ തുടങ്ങിയത്, വെള്ളി സ്വർണം മുതൽ അല്ലെ. അപ്പൊ സ്വർണത്തിന്റെ കണക്ക് പറയാം. എത്ര സ്വർണം ഉണ്ടെങ്കിലാണ് ഇയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായി വരിക? 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം ഒരാളുടെ ഉടമസ്ഥതയിൽ, ആഭരണം അല്ലട്ടോ, സ്വർണം സമ്പത്തായി സൂക്ഷിക്കുന്നത് എന്തായിട്ട്? ഒന്നുകിൽ ഗോൾഡ് കോയിൻ ആയിരിക്കും, അല്ലെങ്കിൽ ഗോൾഡ് ബിസ്ക്കറ്റ് ആയിരിക്കും അല്ലെ. ഇങ്ങനെയാണ് സ്വർണം സൂക്ഷിക്കുക. സമ്പത്തായിട്ട് സൂക്ഷിക്കുന്നത് അങ്ങനെ ഉണ്ടാവുക. അതേസമയം ചെയിന്, വള, അരഞ്ഞാണം, പാദസരം, നെക്ലേസ് അല്ലെ, ഇങ്ങനെയുള്ള പിന്നെ ഇങ്ങനെയുള്ള ആഭരണങ്ങളായിട്ടുള്ള സ്വർണത്തിന്റെ ആഭരണങ്ങളൊക്കെ ഉണ്ടാകും. അത് എല്ലാവരും എപ്പോഴും അണിഞ്ഞോളണം എന്നില്ല. കാരണം വിലപിടിപ്പുള്ള ആഭരണമാണല്ലോ. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോകുമ്പോഴോ വിരുന്ന് പോകുന്ന സമയത്തോ മാത്രമൊക്കെ സ്ത്രീകള് അണിയാൻ സാധ്യതയുള്ളൂ. എന്ന് വെച്ചാൽ അതൊക്കെ അയാളുടെ സമ്പത്തായി അയാൾ കരുതേണ്ടതില്ല. അതൊരു ആഭരണമായി മാത്രമേ കരുതേണ്ടതുള്ളൂ. ആഭരണങ്ങളുടെ കണക്കൊക്കെ നോക്കി, തൂക്കം എല്ലാം നോക്കി സക്കാത്ത് കൊടുക്കേണ്ടതില്ല. ഇപ്പൊ പറയുന്നു 85 ഗ്രാമിൽ കുറയാത്ത സ്വർണം, അതുപോലെ 595 ഗ്രാമിൽ കുറയാത്ത വെള്ളി. വെള്ളി ധനാണ് കേട്ടോ, വെള്ളി ആഭരണമല്ല. വെള്ളി പാദസരം, പിന്നെ വെള്ളി കൊണ്ടുണ്ടാക്കിയ നെക്ലേസ് അല്ലെങ്കിൽ മറ്റ് അരഞ്ഞാണം പോലെയുള്ള ആഭരണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് 595 ഗ്രാമോളം ഉണ്ട്, ആഭരണങ്ങളാണ്, അണിയാറുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സക്കാത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ആഭരണമാണ്, അത് സമ്പത്ത് സൂക്ഷിക്കുക എന്ന രൂപത്തിൽ ഉണ്ടാക്കി വെച്ചതല്ല. പിന്നെ അവയിൽ ഒന്നിന്റെ വിലക്കുള്ള കറൻസി, ഞാനത് വ്യക്തമായി വിശദീകരിച്ചിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ. ഈ വെള്ളിയുടെയോ 595 ഗ്രാം വരുന്ന വെള്ളിയുടെ വിലക്കുള്ള കറൻസി, അതായത് നമ്മുടെ നാട്ടിലെ രൂപ നോട്ട്, അല്ലെങ്കിൽ 85 ഗ്രാം പൊന്നിന്റെ, സ്വർണത്തിന്റെ വിലയോളം വരുന്ന നോട്ട് ഒരു വർഷം പൂർണ്ണമായി ഒരാളുടെ കൈവശം ഉണ്ടെങ്കിൽ അതിന്റെ 40-ൽ ഒരു ഭാഗം. 40-ൽ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ, ഇപ്പോ ഒരാളുടെ കയ്യിൽ 40,000 രൂപ, ഞാൻ പറയാം, 40,000 രൂപ ഒരാളുടെ കയ്യിലുണ്ട്, രൂപയായിട്ട് തന്നെ, വെള്ളി പൊന്നൊന്നുമല്ല. ഈ 40,000 രൂപ എന്നുള്ള എമൗണ്ട് കൊണ്ട് 595 ഗ്രാം വെള്ളി വാങ്ങാൻ സാധിക്കും എന്ന് വെക്കുക. 595 ഗ്രാം വെള്ളിയുടെ നാണയം വാങ്ങിക്കാൻ 40,000 രൂപ തന്നെ ധാരാളമാണ്. എന്നാൽ ഇയാളുടെ കയ്യിലുള്ള ഈ 40,000 രൂപ ഇയാൾ സൂക്ഷിച്ചു വെച്ചു, ഒരു വർഷത്തോളം അത് മറ്റൊരാവശ്യത്തിന് വേണ്ടി ചെലവാക്കിയിട്ടില്ല. ഓക്കെ. ഈ വർഷം പൂർത്തിയാക്കുന്നത് നോക്കേണ്ടത് ഹിജറ വർഷപ്രകാരമാണ്, അറബി മാസങ്ങളുടെ കണക്ക് പ്രകാരമാണ്.
ഇംഗ്ലീഷ് മാസത്തിലെ ദിവസങ്ങളും ഇംഗ്ലീഷ് വർഷത്തിലെ ദിവസങ്ങളും അറബി വർഷത്തിലെ ദിവസങ്ങളും തമ്മിൽ 15 ദിവസങ്ങളോളം ഉള്ള വ്യത്യാസം വരും. 15-12ഓളം ദിവസത്തെ വ്യത്യാസങ്ങൾ വരാൻ. അപ്പോ അറബി ഡേറ്റ് പ്രകാരമാണ് ഒരു വർഷം പൂർത്തിയാതൊക്കെ മനസ്സിലാക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മുടെ ഇസ്ലാമികമായിട്ടുള്ള എന്ത് വിഷയങ്ങളാണെങ്കിലും അറബി തീയതിയാണ് നോക്കേണ്ടത്. പിന്നെ അങ്ങനെ ഒരു വർഷം പൂർത്തിയായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഈ 40,000 രൂപയുടെ 40-ൽ-1 ഭാഗം, 40,000-ന്റെ 40-ൽ-1 ഭാഗം എന്ന് പറഞ്ഞാൽ എത്ര രൂപ വരും? നേരെ പകുതിയാക്കുക, അതിനും പകുതിയാക്കുക. പറഞ്ഞോളൂ. 2.5%. 2.5%. അതിന് എത്ര വരിക? 40,000-ന്റെ 2.5% എന്ന് പറഞ്ഞാൽ എത്ര വരും? 2,000. പറയടോ. ഈസിയായ കണക്കാണ്. 1,500. 1,500. 250. 250. 10,000. ഞാൻ പറഞ്ഞ എളുപ്പ വഴി എന്തായിരുന്നു? 10,000. 25,000. ഓ 25,000. അല്ലോ. 40,000-ന്റെ 40,000 രൂപയുടെ 40% അല്ലേ ഞാൻ ഉദ്ദേശിച്ചത്? 40-ൽ-1 ഭാഗം. അതിനായത് 40,000 രൂപയെ കൃത്യമായ അളവിൽ 40 ഓഹരിയാക്കി വെച്ചു. അതായത് 40,000 രൂപ നമ്മുടെ കയ്യിലുണ്ട്. അത് 40 പേർക്ക് തുല്യമായി വീതിക്കണം. എന്നാൽ ഒരാൾക്ക് എത്ര കിട്ടും? ഇതാണ് എന്റെ ചോദ്യം. ഞാൻ ഇത് തന്നെയല്ലേ ചോദിച്ചത്? 2,500. 10,000. അല്ലാ, 10,000. ഒന്ന് ഫസീഹ് ഒന്ന് നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. 2,500. 2,500 40 ആക്കി കൊടുക്കാൻ കഴിയോ? 40,000 നേരെ പകുതിയാക്കി. 40,000-ന്റെ പകുതി എത്രയാ? 1,000. 2,000. 40,000-ന് പകുതി 20,000. എല്ലാവരും ഓരോ കണക്ക് പറയല്ല. 20,000. 20,000-നെ വീണ്ടും പകുതിയാക്കി. 10,000. ഇനി എന്താ ചെയ്യാം? ഞാൻ പറഞ്ഞില്ലായിരുന്നു, 100-ന്റെ 2.5% എന്ന് പറഞ്ഞാൽ നമ്മൾ കാണൽ എങ്ങനെയാണ്? 100-നെ പകുതിയാക്കി അതിനെ വീണ്ടും പകുതിയാക്കിയാൽ എത്രയായി? 25% കിട്ടി. ആ 25-ൽ നിന്ന് നമുക്ക് 2.5% കണ്ടെത്താൻ ഈസിയാണ്. എന്നതുപോലെ 40,000-ത്തെ പകുതിയാക്കിയാൽ 20,000. 20,000-ത്തെ വീണ്ടും പകുതിയാക്കിയാൽ 10,000. ഈ 10,000-ൽ നിന്ന് നമുക്ക് 10,000-ൽ നിന്ന് നമുക്ക് ഈ 40,000-ന്റെ 2.5% കണ്ടെത്താൻ ഈസിയാണ്. 10,000-ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒരു 0 മാറ്റി പോയിന്റ് ഇട്ടാ മതി. 10,000-ൽ എത്ര 0 ഉണ്ടാവും? 10,000-ൽ എത്ര 0 ഉണ്ടാവും? 4. 4 0. അതിൽ 4-ാമത്തെ 0 0-ന്റെ ഇപ്പുറം, 4-ാമത്തെ 0-ന്റെ മുമ്പ് ഒരു പോയിന്റ് ഇട്ടാൽ എത്രയായി സംഖ്യ? 1,000. 1,000 പോയിന്റ് 0 നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ? 0 പറയേണ്ട ആവശ്യമില്ല. 1,000 രൂപയേ ഉണ്ടാവുള്ളൂ. അതായത് 40,000-ന്റെ 40-ൽ-1 ഭാഗം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1,000 രൂപയാണ് ഉണ്ടാവുക. ഇയാള് സക്കാത്തായിട്ട് എത്ര കൊടുക്കേണ്ടി വരും? 1,000 രൂപ കൊടുത്താൽ മതി. ഓക്കെ, ഇത് വളരെ ഈസിയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഇങ്ങനത്തെ കണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല. ഞാൻ 40,000 എന്നുള്ളത് നിങ്ങൾക്ക് പെട്ടെന്ന് മറ്റൊരു കൺഫ്യൂഷൻ വരാതെ ഉത്തരം റെഡിയായി വന്നോട്ടെ എന്ന് കരുതിയിട്ടാ 40,000 എന്ന് പറഞ്ഞത്. ഒന്നിങ്ങനെ ആലോചിച്ച് നോക്ക്. ഓരോരുത്തർക്ക് 1,000 കൊടുത്താൽ തന്നെ 40 പേരാകുമ്പോ എന്തായി? 40,000 ആയില്ലേ? 1,000-ന്റെ നോട്ട് ഉണ്ട് നോക്കുക. നിരോധിക്കാത്ത 1,000-ന്റെ നോട്ടുണ്ട്.
40,000 ഓരോ 40,000 നോട്ടുകളാണ്. ഓരോരുത്തർക്ക് കൊടുത്താൽ തന്നെ എന്തായി? 40,000 നമ്മുടെ സമയം അങ്ങനെ പോയി. ഓക്കെ. അപ്പോ അതായത് 40-ൽ ഒരു ഭാഗം കൊടുക്കൽ നിർബന്ധമാണെന്ന് പറഞ്ഞാൽ അതായത് 2.5% കൊടുക്കൽ നിർബന്ധമാണ്. എന്തോ കൺഫ്യൂഷൻ പറഞ്ഞല്ലോ, പറഞ്ഞോ. അപ്പൊ 50,000 ആകുമ്പോ 1250 അല്ലേ? 2.5% ആവുക. ആ പിന്നെ അതിങ്ങനെ കണക്ക് നോക്കിയാൽ മതി. ഇനി മറ്റു കണക്കുകൾ ഇങ്ങനെ പിന്നെ നോക്കാട്ടോ. പിന്നെ സക്കാത്തായി നൽകണം. ഉപയോഗിക്കൽ ജായിസായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഉപയോഗിക്കൽ ജായിസായ ആഭരണം എന്ന് പറയുന്നത് എന്തിനാ? അമിതമായ നിലക്ക് ആഭരണങ്ങൾ ഉപയോഗിക്കൽ അനുവദനീയമല്ല. അല്ലെ? ഒരാള് എപ്പോഴും 2 കൈയും നിറയെ വളകളും, സ്വർണത്തിന്റെ വളകളും ഇതാ ഇവിടെ നിന്നിട്ടാല് തോള് വരെ എത്തും. അങ്ങനെ വളകളൊക്കെ ഇടുവോ? ആവശ്യത്തിൽ കൂടുതൽ എപ്പോഴും അങ്ങനെ വളകളോ അങ്ങനെ ധരിക്കൊന്നുമില്ല. അതുപോലെ കാത് പണ്ടത്തെ ശൈലിയായിരുന്നു. കാതിന്റെ ഇതിനെന്താ പറയാ, ചെവിന്റെ ഈ ഭാഗല്ലേ, ഇതിന് നിറയെ ഓരോ ഓട്ടോ ഓട്ടോ ഇട്ടിട്ട് ഇങ്ങനെ കൊളുത്തിടും. നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ അത് അന്നത്തെ ശൈലിയിൽ എന്താണ്, അത് സാധാരണ ആഭരണം തന്നെയാണ്. പിന്നെ അതും അതുപോലെ കൈ നിറയെ വളകളും, ചെയിന് തന്നെ 3, 4, 5, 10, 12ഓളം ചെയിനുകൾ ധരിക്കലും, 2, 3 അരഞ്ഞാണങ്ങൾ ധരിക്കലും, ഇങ്ങനെ ഒരുപാട് ആവശ്യത്തിലധികം അമിതമായ രൂപത്തിൽ ആഭരണങ്ങൾ ധരിക്കൽ അനുവദനീയമല്ല. അപ്പൊ അമിതമായ രൂപത്തിൽ അല്ലാത്ത രൂപത്തിൽ ഉപയോഗിക്കൽ ജായിസായ ആഭരണങ്ങൾക്ക് സക്കാത്തില്ല. ഓക്കെ. അത് കുറച്ച് ഓവർ ആണെന്ന് നമുക്ക് തോന്നിപ്പോവല്ലോ, ആഭരണങ്ങൾ ചിലപ്പോൾ ഓവറായി ധരിച്ചാൽ. പിന്നെ ആ അളവ് എത്താത്ത അത്രയും പിന്നെ ആഭരണങ്ങൾക്ക് എന്തില്ല, സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുന്നില്ല. ഇനി തൊലിയിൽ സൂക്ഷിക്കപ്പെടുന്ന നെല്ല് പോലെയുള്ള വസ്തുക്കൾ, അതിലെ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്നത് എത്ര അളവ് വരുമ്പോഴാണ്? തൊലിയോടെ സൂക്ഷിക്കപ്പെടുന്ന വസ്തുവാണ് നെല്ല്. നെല്ല് എന്ന് പറഞ്ഞാൽ തൊലി ഉള്ളതിനാണ് നെല്ല് എന്ന് പറയാം. തൊലി ഉരിച്ചു കഴിഞ്ഞാൽ എന്തായി? അരിയായി, അല്ലെ? അപ്പോ 1920 ലിറ്ററും നെല്ല് പോലെയുള്ള തൊലിയോടെ സൂക്ഷിക്കപ്പെടുന്ന വസ്തുവാണെങ്കിൽ 1920 ലിറ്ററും അല്ലാത്തവ, അല്ലെങ്കിൽ വെറും തൊലി ഉരിച്ചു കളഞ്ഞ് സൂക്ഷിച്ച അരിയായിട്ടുള്ളതാണെങ്കിൽ, അരി പോലെയുള്ളതാണെങ്കിൽ എത്രയാണ്? 960 ലിറ്ററും ഒരു വർഷത്തെ കൃഷിയിൽ നിന്ന് ലഭിച്ചവർ, ഇവിടെ ഒരു കൊല്ലം പൂർത്തിയാവാൻ പറയുന്നില്ല. കൃഷി തുടങ്ങി ആ വർഷത്തെ കൃഷിയിലൂടെ ഇയാൾക്ക് ലഭിച്ചത് ഇത്രത്തോളം അളവ് വരുന്ന നെല്ലുണ്ട് അല്ലെങ്കിൽ അരിയുണ്ട് എങ്കിൽ അതിൽ നിന്ന് അതിന്റെ 10-1 കൊടുക്കേണ്ടത്. ഇയാള് കൃഷി വിത്ത് പാകി എന്നേ ഉള്ളൂ. ബാക്കിയെല്ലാം താനെ പ്രകൃതിയിലൂടെ ലഭിക്കുന്ന മഴ, അല്ലെങ്കിൽ അരികിലൂടെ ഒഴുകി പോകുന്ന പുഴയിൽ നിന്ന് വരുന്ന വെള്ളം, ആ വെള്ളത്തിലൂടെ അങ്ങനെ കൃഷി എന്തായത് വളർന്ന് ഉഷാറായി വന്നതാണ്. ഇയാളത് പ്രത്യേകം എടുത്ത് നനച്ചു കൊടുക്കുന്ന കാര്യത്തിലൊന്നും ഇയാൾക്ക് പിന്നെ പരിശ്രമിക്കേണ്ടി വന്നിട്ടില്ല എങ്കിൽ ഇങ്ങനെ ലഭിച്ച നെല്ലിൽ നിന്ന്, നെല്ലാണെങ്കിൽ 1920 ലിറ്റർ വേണം, അരിയാണെങ്കിൽ 960 ലിറ്റർ വേണം. ഇതിന്റെ 10-1 ഭാഗം സക്കാത്തായി കൊടുക്കണം. ഇനി താനെ ഉണ്ടായി വളർന്നു വന്നതല്ല, ഇയാൾ തന്നെ ഓരോ ദിവസങ്ങളിലും ചെന്ന് ശ്രദ്ധിച്ച് വെള്ളം ആവശ്യമായ രൂപത്തിൽ ഇട്ടുകൊടുത്ത് ഇടയ്ക്ക് വളം ഒക്കെ പാകി, പിന്നെ മറ്റു പ്രാണികളും പുഴു പോലെയുള്ളതൊക്കെ വരുന്നുണ്ടോന്നൊക്കെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇയാൾ ഒരുപാട് അതിനു വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. അങ്ങനെ ഇയാൾ പോറ്റി വളർത്തിയെടുത്ത കൃഷിയാണെങ്കിൽ അതിന്റെ 20-1 ഭാഗവും കൊടുത്താൽ മതി. അപ്പൊ 10-1 ഭാഗമാണോ 20-1 ഭാഗമാണോ ഏറ്റവും കൂടുതലായി വരാം? ഫിദാൻ പറഞ്ഞേ, 10-1 ഭാഗമാണോ 20-1 ഭാഗമാണോ കൂടുതൽ ആയി വരാം? ഫിദാൻ വേറെ ഏതോ ലോകത്താണ്. മൈക്കോണാക്ക്. 20 ഏറ്റവും കൂടുതലായി വരാം. അതായത് ഫിദാൻ ഇങ്ങനെ ആലോചിച്ചാൽ മതി മോൻ. ഞാന് 1000 രൂപ ഫിദാന്റെ കയ്യിൽ തന്നു. 1000 രൂപ ഫിദാന്റെ കയ്യിൽ തന്നു. എന്നിട്ട് 10 പേർക്ക് കൊടുക്കാൻ പറഞ്ഞാലാണോ ഒരാൾക്ക് കൂടുതൽ പൈസ കിട്ടുക, അല്ലെങ്കിൽ 20 പേർക്ക്
ആ 1000 രൂപയിൽ നിന്ന് തുല്യമായി വീതിച്ചു കൊടുക്കാൻ പറഞ്ഞാലാണ് ഒരാൾക്ക് കൂടുതൽ പൈസ കിട്ടുക? പത്താക്ക്. ആ അപ്പൊ നേരത്തെ നീ പറഞ്ഞെന്താ 20 ഭാഗം എന്നാണ് കൂടുതൽ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ തോന്നരുത് കേട്ടോ. ഒരാള് സ്വന്തമായി തന്നെ നനച്ച് അതിനു വേണ്ടി ശ്രമിച്ച് അയാളെ പരിശ്രമമുണ്ട്. അയാൾ പരിശ്രമിച്ചതിനനുസരിച്ച് അയാൾ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന അളവ് നേരെ പകുതിയായി കുറഞ്ഞു പോകും. 10 ഭാഗം വേണ്ട, 20 ഭാഗം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ 10 ഭാഗത്തിന്റെ നേരെ പകുതിയായി കുറഞ്ഞോളൂ. ഓക്കെ. അപ്പൊ 1000 രൂപ 10 പേർക്ക് കൊടുക്കുമ്പോ ഓരോരുത്തർക്ക് 100 രൂപ വീതം കിട്ടുക. എന്നാൽ 20 പേർക്ക് കൊടുക്കുകയാണെങ്കിൽ ഓരോരുത്തർക്ക് 50 രൂപയെ കിട്ടുള്ളൂ. അപ്പൊ 100ന്റെ നേരെ പകുതിയാണ് 50. അങ്ങനെ പകുതിയായി കുറഞ്ഞു പോകും. ഓക്കെ. 20 കൊടുക്കണം. കാരക്ക, മുന്തിരി എന്നിവ 960 ലിറ്റർ ഉണ്ടായാൽ 10 കൊടുക്കണം. അവിടെ വേറെ സംശയമില്ല, ചർച്ചയില്ല. അത് തൊലിയോടെ സൂക്ഷിക്കുന്നതാണോ അല്ലാത്തതാണോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. ഒട്ടകം 5 എത്ര ഒട്ടകം ഉണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാവുക? ഒരാളുടെ ഉടമസ്ഥതയിൽ 5 ഒട്ടകങ്ങളുണ്ട്. മാട് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മള് പറഞ്ഞത്? ഫാത്തിമ ഷബീർ പറഞ്ഞേ, മാട് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? നീ മാടിനെ കണ്ടിട്ടുണ്ടോ? പശുവിലെല്ലാം പെട്ടത്. ആ. പിന്നെ ഒട്ടകം സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന കണക്ക് എത്രയാണ്? 5 ഒട്ടകം. മാടാണെങ്കിൽ 30 മാട് വേണം. ആടാണെങ്കിൽ 40 എണ്ണം ഉണ്ടാവണം. സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. 5 ഒട്ടകത്തിന് എത്ര സക്കാത്ത് കൊടുക്കണം? 5 ഒട്ടകം ഉണ്ടെങ്കിൽ ഒരാടാണ് ഇയാൾ സക്കാത്ത് കൊടുക്കേണ്ടത്. ഒരാടിനെ സക്കാത്ത് കൊടുക്കുക. ഒരു ഒട്ടകത്തെ വേണ്ട. ഇയാൾ ആകെ പാപ്പർ സൂട്ടായി പോകും അല്ലേ? ഒരു കൊല്ലം ആകുമ്പോഴേക്ക് ഇയാൾ 5 ഒട്ടകത്തിൽ നിന്ന് ഒരൊട്ടകത്തെ എടുത്ത് സക്കാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞാല് അയാൾക്ക് ആകെ നഷ്ടമല്ലേ? അപ്പോ ഒരാടിനെ കൊടുത്താൽ മതി. 30 മാടുണ്ടെങ്കിൽ 1 വയസ്സുള്ള ഒരു കുട്ടി, മനുഷ്യക്കുട്ടിയല്ല, മാടിൻ കുട്ടി. പശുവാണെങ്കിൽ പശുവിന്റെ കുട്ടി. 40 ആടുണ്ടെങ്കിൽ ഒരാടിനെയും നൽകണം. ഇതാണ് കിതാബിൽ പറഞ്ഞ ഇതേ വിഷയങ്ങൾ നമ്മൾ ഇങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെക്കണം. പശു, മാട് നോട്ട്ബുക്കിൽ നമ്മൾ ഇത് മനസ്സിലാക്കി പഠിച്ച ശേഷം എഴുതി വെക്കണം. മാടിന്റെ എണ്ണ എത്ര? 30. സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എത്രയാണ്? 1 വയസ്സുള്ള കുട്ടി. ഒട്ടകം എത്രയാകുമ്പോഴേ സക്കാത്ത് കൊടുക്കുന്ന നിർബന്ധമാകുന്നത്? 5 ഒട്ടകം ഉണ്ടെങ്കിൽ സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എന്തിനെയാണ്? ഒരു ആടിനെ കൊടുക്കണം അല്ലെ? പിന്നെ ആടിൽ എത്ര ആടുണ്ടെങ്കിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകുന്ന കണക്കാകുന്നത്? 40 ആടുണ്ടെങ്കിൽ. 40 ആടുള്ള ആള് സക്കാത്തായിട്ട് കൊടുക്കേണ്ടത് എത്ര ആടിനെയാണ്? ആടിനെ. എന്നിങ്ങനെ നോട്ട്ബുക്കിൽ എഴുതി വെച്ച് തന്നെ മനസ്സിലാക്കി പഠിക്കണം ഇൻഷാ അല്ലാഹ്. നന്നായി ഇപ്പോൾ തന്നെ നിങ്ങൾ ഇരുന്ന് അത് വായിച്ചു നോക്കി നോട്ട്ബുക്കിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ തന്നെ അതിന്റെ കണക്കുകളൊക്കെ എഴുതി വെക്കുക. പിന്നെ ഏതെല്ലാം സമ്പത്തുകളിലാണ് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാക്കുന്നത് അവയുടെ കണക്ക് എഴുതുക. സ്വർണത്തിന്റെ കണക്ക് എത്രയാണ്? പിന്നെ വെള്ളിയുടെ കണക്ക് എത്രയാണ്? അവയുടെ മൂല്യം വരുന്ന അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതൊക്കെ നമ്മൾ തെദ്രിബാത്തിൽ വരുന്ന ചോദ്യങ്ങൾ ഞാൻ ജസ്റ്റ് വായിക്കുന്നു. സക്കാത്ത് 2 വിധമാണ്, അവ ഏതാകുന്നു? സക്കാത്ത് വാജിബുള്ള മുതൽ എത്ര ഇനം ഉണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. ധാന്യങ്ങളിൽ ഏതിനെല്ലാം സക്കാത്ത് കൊടുക്കണം എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ പഴങ്ങളിൽ സക്കാത്ത് വാജിബാണ് ഏതിന്? പഴങ്ങളിൽ സക്കാത്ത് വാജിബാകുന്നത് ഏതിനെല്ലാമാണ്? അതുപോലെ കുതിരക്ക് സക്കാത്ത് വാജിബാകുമോ എന്നൊരു ചോദ്യമുണ്ട്. കുതിരനെ ഇതുവരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ലല്ലോ. അപ്പൊ കുതിരക്ക് സക്കാത്ത് വാജിബാകുമോ? ഇനി ചിലപ്പോ പരീക്ഷയ്ക്ക് ചോദിച്ചു. കുതിരനല്ല ചോദിക്കുന്നത്, പൂച്ചക്ക് സക്കാത്ത് വാജിബാകുമോ എന്ന് ചോദിച്ചാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പാടത്തിൽ ആ പൂച്ചനെ കുറിച്ചൊന്നും കേട്ടിട്ടില്ലല്ലോ. അപ്പൊ ധൈര്യമായിട്ട് പറയാം സക്കാത്ത് നിർബന്ധമില്ല, കുതിരക്ക് സക്കാത്ത് നിർബന്ധമില്ല പറയാം. പിന്നെ ഇവയുടെ സക്കാത്ത് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഗോതമ്പ്, കറൻസി, 30 പശു. ഒരാൾക്ക് 30 പശു ഉണ്ടെങ്കിൽ എത്രയാണ് സക്കാത്ത് കൊടുക്കേണ്ടി വരിക? എന്താണ് കൊടുക്കേണ്ടി വരിക എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ കണക്ക് വ്യക്തമാക്കുക. നെല്ലിന്റെ കണക്ക്, കാരക്കയുടെ കണക്ക്, വെള്ളി, അതിന്റെ കണക്ക് വ്യക്തമായി എഴുതി കൊടുക്കണം കേട്ടോ. സ്വർണം, നോട്ട്, ഒട്ടകം, മാട്, ആട് ഇവയുടെ കണക്കൊക്കെ വ്യക്തമാക്കുക ഇൻഷാ അല്ലാഹ്. നാളെ നിങ്ങൾ വരുമ്പോൾ കൊണ്ടുവരേണ്ടത് ഫിഖ്ഹും ഖുർആനും പിന്നെന്താണ് വേറെന്താ? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. ഫിഖ് നാളെ പാഠം മാറ്റൂല. നാളെ ചോദ്യം ചോദിക്കലും സംശയം ക്ലിയർ ചെയ്യലുള്ളൂ.
പിന്നെ ഏത് വിഷയം? താരീഖ് ഓക്കെ ഫിഖ്ഹ്